അപ്പം നിലനിൽക്കും. അതിന് അനുവദിച്ചു കൊടുത്തത് സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരുണ്ടാവാം, തിരശ്ശീലയ്ക്ക് മുന്നിലും പിന്നിലും ഒക്കെ പ്രവർത്തിച്ചവരുണ്ടാവും. അയ്യോ, അതിപ്പോൾ അവരോട് ചോദിക്കണം, എനിക്കറിയത്തില്ല എന്തോ. അല്ല, ഭരണസമിതിക്ക് ഒരുപാട് തെറ്റുകളൊക്കെ പറ്റി. നിങ്ങൾക്കറിയാമല്ലോ, മിണ്ടാതെ ഈ പ്രദേശത്തോട് തിരിഞ്ഞോക്കാത്ത എന്നിലാണ് തുടങ്ങുന്നത്. മല്ലിക ചേച്ചി ലൂസ് ടോക്കർ എന്തടിസ്ഥാനത്തില്ല കുങ്കു പരമേശ്വരൻ പറഞ്ഞു. ഞാൻ ആ കെട്ടിടമേ കണ്ടിട്ടില്ല. അപ്പോൾ കാണാതെ കേൾക്കാതെ അഭിപ്രായങ്ങൾ പറഞ്ഞ് എല്ലാവരും ഇവിടെ തമ്മിൽ ഒരു സ്വരച്ചേർച്ചയായി. എനിക്ക് പിന്നെ ഇവരൊക്കെ എന്ത് പറഞ്ഞാലും ഞാനത് ആ പ്രായമൊക്കെ കഴിഞ്ഞല്ലോ തുള്ളാനുള്ള. മുന്നോട്ട് പോക്ക്, കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കുന്ന വിവരമുള്ള ഈ എന്താ പറയുക, ചലച്ചിത്ര ലോകത്തിനെ പറ്റി ആധികാരികമായിട്ട് നല്ല ഭാഷയിൽ സംസാരിക്കാൻ അറിയാവുന്നവരെ ഭരണസമിതിയിൽ വയ്ക്കുക. പെണ്ണുങ്ങൾ വളരെ കുറവാണ്. പെണ്ണുങ്ങളില്ല മോനെ, സത്യത്തിൽ അവര് ഇല്ല, അതിലെ ചെറുപ്പക്കാരാണല്ലോ വരേണ്ടത്. അവര് അങ്ങനെ അതാ അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും. ആ മക്കള് ദുബായിൽ ഷൂട്ടിങ് കളഞ്ഞു വരികയും ചെയ്യും. അല്ല, കണക്കിന്റെ പൊരുത്തക്കേടാണ് അവര് ശ്വേതയ്ക്കൊരു വല്ലാതെ വല്ലായ്മ തോന്നി ഇറങ്ങിയതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യം അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ റിപ്പോർട്ട് ശരിയല്ല, കണക്ക് ശരിയല്ല എന്ന് പറയുമ്പോൾ രാജിവെക്കേണ്ടത് സെക്രട്ടറിയും ട്രഷററും ഒക്കെയാണ്. പക്ഷേ അത് അവരും ഉണ്ടാതിരുന്നപ്പോൾ ശ്വേതയ്ക്ക് തോന്നിക്കാണ് ഞാനായിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കേണ്ടത് തോന്നിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് അത് ഈ സീനിയേഴ്സ് ആയിട്ടുള്ള നടന്മാർ തീരുമാനിക്കണം. അവരിങ്ങനെ മൗനം പാലിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഈ സംഘടന നിലനിൽക്കണമെങ്കിൽ ഒരുപാട് പേർക്ക് ആ ആനുകൂല്യങ്ങൾ, പാവപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ട്, പണങ്ങളൊന്നും വലുതായിട്ടില്ലാത്തവർ, അവർക്കൊക്കെ ഈ ആനുകൂല്യങ്ങൾ തുടർന്നും കിട്ടണമെങ്കിൽ ഇത് നന്നായിട്ട് നയിക്കണം. പക്ഷെ അത് നന്നായിട്ട് നയിക്കുന്നവരോട് ഒരു ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്ന പെണ്ണുങ്ങളെ 7 അയിലെ തടുപ്പിക്കരുത്. ഇല്ല ഇപ്പൊ അതാ തുടങ്ങാൻ പോകുന്നത്. ഇവിടെ ഈ ഞാൻ പറയട്ടെ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരുപാട് കുറ്റങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. മുമ്പിലത്തെ കമ്മിറ്റി, ഇപ്പോഴത്തെ കമ്മിറ്റി, ഇതിലാരൊക്കെയാണ് ആരോപിതരെന്നൊന്നും ഞങ്ങൾക്കൊരു അറിവില്ല. ഞങ്ങൾക്ക് ഈ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ന്യൂസുകളേ ഉള്ളൂ. ഒരു സംഭവം നടന്നാൽ കമ്മിറ്റി അംഗങ്ങൾക്കോ അല്ലെങ്കിൽ അല്ലാത്തവർക്കൊക്കെ ഒരു കത്തയച്ചുകൂടെ ഇവർക്ക്. അപ്പൊ ഞങ്ങളൊരു കൂട്ടായ്മ, ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയേരെ. അങ്ങനെ ഒരു ഇടപാടില്ല ഇവിടെ. ആർക്ക്? ഞാനെന്താ പരിചയപ്പെട്ട നമുക്ക് പടവേ വേണ്ട. പിന്നെ എവിടെ പ്രതികരിച്ചത് എന്തുവാ? ഞാനിപ്പോ നായികയൊന്നും അല്ലല്ലോ. പേടിക്കേണ്ടവർ അവരൊക്കെയാണ്. നായിക, അമ്മ, അമ്മൂമ്മ, അമ്മായിയമ്മയായിട്ടൊക്കെ ഇപ്പോഴും അഭിനയിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ളവരൊക്കെ സൂക്ഷിക്കണം. ഞാൻ ഈ വീട്ടിൽ ഇച്ചിരി എണ്ണയൊക്കെ തേച്ച് കുളിച്ച് താമം ചോദിച്ചിരിക്കുന്ന പ്രായം. അങ്ങോട്ട് അത് അവര് ഹോട്ടടിക്കുന്നത്. 3 ചോദ്യം ചോദിച്ചു ഏത് ഉത്തരം പറയണം? അയ്യോ ഇല്ല, ഞാനില്ല പോലെ. അയ്യോ നമുക്ക് അതാണ് നേതൃത്വത്തിലേക്ക് ഓരോ ചോദിക്കും, അയ്യോ ഞാനില്ല മോനെ എന്ന് പറഞ്ഞിട്ട് വേഗതയിൽ പോവാണ് മല്ലിക സുകുമാരൻ. പക്ഷേ അങ്ങനെ പറയാനുള്ള കാരണം നേരത്തെയുള്ള ശ്വേതാ മേനോന്റെ അനുഭവമൊക്കെ ആയിരിക്കണം. വലിയ പ്രതീക്ഷയോടുകൂടി ഭരണസമിതിയിലേക്ക് വന്നതാണ്, അമ്മയുടെ ഭരണസമിതിയിലേക്ക് വന്നതാണ് ശ്വേതാ മേനോന്റെ ആ ഭരണസമിതി. ഞാൻ നേരത്തെ പറഞ്ഞു അതിനുള്ള കാരണം എന്താണ്, അതിനു മുമ്പ് അമ്മയുടെ അവസ്ഥ, അതിനു മുമ്പുണ്ടായിരുന്ന ആരോപണങ്ങൾ, നടി ആക്രമിക്കപ്പെട്ട കേസ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിൽ ആ സമയത്തിരുന്ന ഈ പറഞ്ഞ അധികാരികളുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ. അപ്പോൾ അതിനുശേഷം ശ്വേതാ മേനോൻ അതിൻ്റെ തലപ്പത്തേക്ക് വരുന്നു എന്നുള്ളതിനെ ആഘോഷപൂർവ്വം കണ്ട ഒരുപാട് മനുഷ്യന്മാരുണ്ട്, വ്യക്തിപരമായി ഞാനടക്കം. പക്ഷേ ഒന്നും വർക്കൗട്ടായില്ല. അമ്മയിൽ നിന്ന് പടിയിറങ്ങുന്നു ശ്വേതാ മേനോൻ. അമ്മയിൽ നിന്ന് പടിയിറങ്ങുന്നത് മാത്രമല്ല, അമ്മയുമായുള്ള ബന്ധമേ വിച്ഛേദിച്ചുകൊണ്ടാണ് ശ്വേത അവിടെ നിന്ന് മടങ്ങുന്നത്. വരവ് ചെലവ് കണക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പ്രധാന പ്രശ്നമായി പറഞ്ഞത്. അതിൽ ഉണ്ണി ശിവപാൽ മിസ്സിംഗ് ആണ് എന്ന കാര്യം ശ്വേത പറയുന്നു. അതേസമയം ഉണ്ണി ശിവപാൽ രാവിലെ വീഡിയോ ഉണ്ടായിരുന്നു, തന്നെ നിർബന്ധിത അവധിയിലേക്ക് പറഞ്ഞു വിട്ടു എന്നുള്ളതായിരുന്നു ഉണ്ണി ശിവപാലിന്റെ അവിടുത്തെ ആരോപണം. എന്തായാലും വരവ് ചെലവ് കണക്ക് വന്നില്ല, അതിൽ വലിയ പ്രതിഷേധം ഉണ്ടായി. അതിനു മുമ്പ് തന്നെ ഒരു ടീം ശ്വേതാ മേനോൻ ഭരണസമിതിക്കെതിരെ നീക്കങ്ങൾ നടത്തുകയും അവരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുകയും അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും അതിൽ ഒപ്പ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ആകെ മൊത്തം ആ ഭരണസമിതി പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ശ്വേതാ മേനോൻ പറഞ്ഞ. ഒരിക്കൽ കൂടി കേൾക്കാം. ഞാനും എൻ്റെ കമ്മിറ്റിയും റിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ശ്വേതാ മേനോൻ എന്ന അമ്മ എന്ന മെമ്പർഷിപ്പ് ഞാൻ ഇവിടെ റിസൈൻ ചെയ്യാണ്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ. പണ്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞ പോലെ ഇന്ന് എനിക്കും തോന്നി കുറ്റാരോപിതരായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്.
അതൊരു എജൻഡയായിരുന്നു. നമ്മളുടെ രജിസ്ട്രേഷൻ ഈ ഭാഗത്തായിരുന്നു. പക്ഷെ മിക്ക ആൾക്കാരും വലിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിശ്വാസം പ്രമേയം സൈൻ ചെയ്യിപ്പിച്ചു. നമ്മൾക്ക് ഒന്നും പറയാതെ നമ്മളോട് ഒരു ആദ്യമേ ഒരു എന്താ പറയാ എജൻഡ വെച്ചിട്ട് നമ്മളെ പുറത്താക്കാൻ നോക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.